ഹോർമസ് കടലിടുക്കിലൂടെ സഞ്ചരിക്കുന്ന കപ്പലുകളിൽ നിന്ന് പുതിയ സർവീസ് ഫീസുകൾ ഈടാക്കുമെന്ന് അറിയിച്ച ഇറാൻ. ചൈനയിലെ ബീജിംഗിൽ നടന്ന വേൾഡ് പീസ് ഫോറത്തിലാണ് ചൈനയിലെ ഇറാൻ അംബാസഡർ അബ്ദുൾ റസൂൽ റഹ്മാനി ഫസലി ഈ സുപ്രധാന വെളിപ്പെടുത്തൽ നടത്തിയത്. ഹോർമസ് കടലിടുക്ക് തങ്ങളുടെ പ്രാദേശിക ജലപ്രദേശത്തിന്റെ ഭാഗമാണെന്നും അതുകൊണ്ട് തന്നെ സർവീസ് ഫീസ് ഈടാക്കാൻ തങ്ങൾക്ക് അവകാശമുണ്ടെന്നുമാണ് ഇറാൻ വ്യക്തമാക്കുന്നത്. ലോകത്തിലെ ഏറ്റവും തിരക്കേറിയ എണ്ണ ഗതാഗത പാതയായ ഹോർമുസ് കടലിടുക്കിലൂടെ കടന്നുപോകുന്ന കപ്പലുകൾക്ക് ഇനി ഫീസ് നൽകേണ്ടി വരും. ഇത് സംബന്ധിച്ച പ്രഖ്യാപനം ഇറാൻ നടത്തിയത് ബീജിംഗിൽ നടന്ന ഒരു അന്താരാഷ്ട്ര സമ്മേളനത്തിൽ കൂടിയാണ് എന്നുള്ളതാണ് ശ്രദ്ധേയമായ കാര്യം. ഹോർമുസ് കടലിടുക്ക് ഇറാന്റെ പ്രാദേശിക ജലാതിർത്തിയുടെ ഭാഗമാണെന്നും അതിനാൽ കപ്പലുകൾക്ക് സുരക്ഷയും മേൽനോട്ടവും ഉറപ്പാക്കാനുള്ള ചെലവ് ഈടാക്കാൻ തങ്ങൾക്ക് അവകാശമുണ്ടെന്നുമാണ് ഇറാന്റെ വാദം. ഇതൊരു സാധാരണ ടോൾ അല്ലെന്നും കപ്പൽ ഗതാഗത സുരക്ഷയ്ക്കും പരിസ്ഥിതി സംരക്ഷണത്തിനും വേണ്ടിയുള്ള സേവന ഫീസാണെന്നും അധികൃതർ വ്യക്തമാക്കുന്നു. ഇതിൽ ഏറ്റവും ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, തങ്ങൾക്ക് പ്രതിസന്ധി ഘട്ടങ്ങളിൽ പിന്തുണ നൽകിയ രാജ്യങ്ങൾക്ക് പ്രത്യേക ഇളവ് നൽകുമെന്ന ഇറാന്റെ പ്രഖ്യാപനം കൂടിയാണ്. ഇക്കാര്യത്തിൽ ചൈനയ്ക്ക് വ്യക്തമായ മുൻഗണന ലഭിക്കുമെന്നും ഒമാനുമായി സഹകരിച്ചായിരിക്കും പുതിയ സംവിധാനം നടപ്പിലാക്കുകയെന്നും അംബാസഡർ കൂടി വ്യക്തമാക്കിയിട്ടുണ്ട്. ആഗോള ക്രൂഡ് ഓയിലിൻ്റെയും LNGയുടെയും 1/5 ഭാഗം കടന്നു പോകുന്ന ഈ പാത അടുത്തിടെ പശ്ചിമേഷ്യൻ സംഘർഷകാലത്ത് ഏതാണ്ട് അടച്ചിട്ടിരുന്നു. അമേരിക്കയുമായുള്ള പ്രാഥമിക കരാറിന് ശേഷമാണ് ഇറാൻ ഈ ഉപരോധം നീക്കിയത്. എന്നാൽ 60 ദിവസത്തെ സൗജന്യ കടത്തിവിടൽ കാലാവധി അവസാനിക്കുന്നതിനിടയിൽ തന്നെയാണ് ഈ പുതിയ ഫീസ് പ്രഖ്യാപനം കൂടി ഇറാൻ നടത്തിയിരിക്കുന്നത്. അമേരിക്കയും ഗൾഫ് രാജ്യങ്ങളും ഈ നീക്കത്തെ ശക്തമായി തന്നെ അപലപിക്കുന്നു, ഇതിനെ അംഗീകരിക്കുന്നില്ല. എന്നാൽ ചില യൂറോപ്യൻ രാജ്യങ്ങൾ ഫീസ് നൽകേണ്ടി വരുമെന്ന യാഥാർത്ഥ്യം അംഗീകരിച്ചു കഴിഞ്ഞുവെന്നാണ് മനസ്സിലാക്കേണ്ടത്. ആഗോള ഇന്ധനവിലയെ ഇത് ബാധിക്കുമോ എന്നുള്ളതാണ് ഇനി ലോകം ഉറ്റുനോക്കുന്നത്. ഇന്റർനാഷണൽ ഡെസ്ക്, സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.